രാവിലെ തന്നെ ഓണത്തപ്പനൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോവാണ്. ഒട്ടും സന്തോഷമില്ലാണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. ട്രെയിൻ കയറി ഞാൻ ജോലിക്ക് പോവുകയാണെ. ട്രെയിനിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, ആരും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്ഥലം നിങ്ങൾക്കറിയാമോ? ഇൻസ്റ്റയിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കമൻറ്റ് ചെയ്യുക, അറിയാമെന്ന് നോക്കട്ടെ. അത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ച് പേഷ്യൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഓണസദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പിന്നെ തിരിച്ച് ട്രെയിൻ കയറി വീട്ടിൽ ചെന്നപ്പോഴേക്കും മാതുകൊണ്ട് കുഞ്ഞാപ്പിയുണ്ട്. രണ്ടുപേരും ഭയങ്കര കളിയാണ്. അവൻ ഈ ലൈറ്റ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്നറിയില്ല അതിലിരിക്കുന്നത്, പക്ഷേ ആൾ ഹാപ്പി ആയിരുന്നേ. പിന്നെ ഞങ്ങളുടെ അനിയൻ വന്ന് അവൻ്റെ വീട്ടിൽ പോയി സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഇവനുണ്ടല്ലോ, ഇവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ ഇടുന്നതിനും വ്ളോഗ് ഇടുന്നതിനൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോയിൽ ഞാൻ കാണിക്കണതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, അതിലൊന്നും ഞാൻ തളരില്ല. പിന്നെ അവിടെ നിന്ന് സദ്യ കഴിച്ചു. നല്ല അടിപൊളി സദ്യയാണ്. ചിറ്റ നന്നായിട്ട് കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ രാത്രി ആയപ്പോഴേക്കും നാളെയാണ് ഞങ്ങളുടെ കുടുംബമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഇറങ്ങിയേക്കുവാണ്. ഷോപ്പിങ്ങൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സാധനം കണ്ടു. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടോ? പണ്ടത്തെ നമ്മുടെ വാട്ടർ കളർ. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ, പിള്ളേർക്കൊക്കെ എന്തോരം ഓപ്ഷൻസാണ്. വെറൈറ്റി ഓഫ് വാട്ടർ കളേഴ്സും പെയിൻറ്റിങ് ഐറ്റംസുമാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ ഞങ്ങളൊരു മൂവ് മേടിച്ചു, വാഷിംഗ് മേടിച്ചു. തിരിച്ചിറങ്ങിയപ്പോഴേക്കും കൂപ്പൺ കിട്ടി. ആ കൂപ്പണിൻ്റെ ഫസ്റ്റ് പ്രൈസാണ് ഈ സ്കൂട്ടറെ. ദൈവമേ, കിട്ടിയാൽ മതിയായിരുന്നു. ഇതുവരെ ഒരു ലക്കി ഡ്രോയിൽ ഞാൻ വിന്നറായിട്ടില്ല. ഇതിലെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു കുഴിമന്തി അടിച്ചു. കുഴിമന്തി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നാളത്തേക്കിനുള്ള ഓണം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് പച്ചക്കറികൾ അരിയുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെയാകുമ്പോൾ നാളെ എളുപ്പമാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങി.